എഗ് കുറുമ ഒരു മസ്റ്റ് ഐറ്റമാണ്. ഇതിന് വേണ്ടത് 2 വലിയ ഉള്ളി, 2 പച്ചമുളക്, 8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇവ ചെറുതായി അരിഞ്ഞ് വെക്കുക. ഇനി അരമുറി തേങ്ങ ചിരകി വെക്കുക. ഇനി വേണ്ടത് കുരുമുളക്, പട്ട, അണ്ടിപ്പരിപ്പ്, പെരിഞ്ചീരകം ഇവ ആവശ്യത്തിന് വെക്കുക. ഇനി ഒരു പാത്രം ചൂടായി വരുന്ന നേരത്ത്, ഡ്രൈ ആയി വരുന്ന നേരത്ത് അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുരുമുളക്, പെരിഞ്ചീരകം, പട്ട, അണ്ടിപ്പരിപ്പ് ഇവയൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതിൽ ഒരു പച്ചമുളക് നടുകെ കീറിയതും കൊച്ചുള്ളിയും വലിയുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചതും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വാട്ടിയിട്ട് വരണം. അപ്പോൾ വാടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി തേങ്ങ ചേർക്കുക. തേങ്ങ ചിരകിയത് ചേർത്തതിന് ശേഷം ഇതൊന്ന് തണിയാൻ വെക്കുക. നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതൊന്ന് അരച്ച് വെക്കാം. ഇനി വേണ്ടത് അതേ പാത്രത്തിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി, വലിയുള്ളി, ഒരു പച്ചമുളക് നടുകെ കീറിയത്, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇളക്കുക. എന്നിട്ടൊന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി നല്ലോണം ഒന്ന് വേവിക്കുക. അപ്പോൾ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട പുഴുങ്ങിയിട്ട് അതൊന്ന് അടികെ കീറിയിട്ട് അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ്